Jewels Men Apparels near Town Square, Vandoor. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, CH ബൈപ്പാസ്, വണ്ടൂർ. വാണിയമ്പലം റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നടപ്പിലാക്കുമെന്ന് AP അനിൽകുമാർ MLA. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. 3 നിർദ്ദേശങ്ങളാണ് മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. ഇതിലേറ്റവും സൗകര്യപ്രദവും ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുമുള്ള അലൈൻമെന്റാണ് അംഗീകരിച്ചിട്ടുള്ളത്. നിലവിലെ റെയിൽവേ ക്രോസിംഗ് ഒഴിവാക്കി പെട്രോൾ പമ്പിന് സമീപത്ത് നിന്ന് തുടങ്ങി നിലവിലെ റോഡിന്റെയും റെയിൽവേ സ്റ്റേഷന്റെയും ഇടയിലൂടെ കടന്നുപോകുന്ന രീതിയിലാണ് ഇത്. പ്രവൃത്തിയുടെ ചുമതലയുള്ള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ഓഫ് കേരള റെയിൽവേക്ക് ഈ അലൈൻമെന്റ് വെച്ചുള്ള DPR ഉടനെ സമർപ്പിക്കും. ഇതോടൊപ്പം തന്നെ മണ്ണ് പരിശോധന അടക്കമുള്ള കാര്യങ്ങളും ഉടനെ നടത്തും. സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് കാര്യങ്ങളും ഇനി ചെയ്യേണ്ടി വരുമെന്ന് MLA പറഞ്ഞു. വാണിയമ്പലം റെയിൽവേ ഓവർബ്രിഡ്ജുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് ഏതാണ്ട് 21 കോടി രൂപ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കും. തുടർന്ന് സംസ്ഥാന ഗവൺമെന്റ് റെയിൽവേ ഓവർബ്രിഡ്ജുമായി ബന്ധപ്പെട്ട അലൈൻമെൻറ്റ് തയ്യാറാക്കുന്നതിന് റോഡ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനെ ഏൽപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ RBDC 3 നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. ആ 3 നിർദ്ദേശങ്ങൾ വളരെ ജനപ്രതിനിധികളും പഞ്ചായത്ത് ഭരണസമിതിയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അനുയോജ്യമായും പ്രവർത്തനം റോഡ് ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് റോഡ് ഗതാഗതം തടസ്സപ്പെടാത്ത രീതിയിൽ വാണിയമ്പലം കാളികാവ് വണ്ടൂർ റോഡിന് നിലവിലുള്ള റോഡിനകത്ത് ഗതാഗതം നിലനിർത്തിക്കൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനോടനുബന്ധമായ സ്ഥലത്ത് തന്നിട്ടുള്ള നിർദ്ദേശം അതിന് മുകളിലൂടെ ഓവർബ്രിഡ്ജ് പോകുന്ന ഒരു നിർദ്ദേശം 3 നിർദ്ദേശങ്ങളിലൊന്നുണ്ടായിരുന്നു. ആ നിർദ്ദേശമാണ് എല്ലാവരും അംഗീകരിച്ചത്. അതന്ന് അംഗീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങൾ കൂടി അതിൻ്റെ ഫൈനൽ DPR തയ്യാറാക്കുന്നതിന് വേണ്ടി സമയം ചോദിച്ചിരുന്നു. അത് അവർ പൂർണ്ണമായും അത് പ്രവൃത്തി പൂർത്തീകരിച്ച് അതായത് DPR നൽകുന്നതിന് കൂടെ റിപ്പോർട്ട് തയ്യാറാക്കി ഇന്ന് സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് അംഗീകരിച്ച് ഗവൺമെൻറ്റിൽ സമർപ്പിക്കാൻ ഇന്ന് കൂടിയ യോഗം തീരുമാനിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരാത്ത രീതിയിൽ പരമാവധി കെട്ടിടങ്ങളും സ്ഥലങ്ങളും പോകാത്ത രീതിയിൽ അതോടൊപ്പം തന്നെ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് നമ്മുടെ റോഡ് നിലവിലുള്ള റോഡ് ഗതാഗതം തടസ്സപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരു അലൈൻമെൻറ്റ് നിർദ്ദേശമാണ് അംഗീകരിച്ചിട്ടുള്ളത്. അത് ഇന്ന് അംഗീകരിച്ച് ഇനി ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കും. എത്രയും പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട് AS അതായത് ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ലാൻഡ് അക്വിസിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ AS കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. മേൽപ്പാലം നിർമ്മാണത്തിനായി 20.9 കോടി രൂപയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അനുവദിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ MLAക്ക് പുറമെ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM സീനത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ, വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KC കുഞ്ഞുമുഹമ്മദ്, RBT CK ഉദ്യോഗസ്ഥൻ VK അനസ്, ഷൈജൽ എടപ്പറ്റ, U അനിൽകുമാർ, മുരളി കാപ്പിൽ, KT മുഹമ്മദ് അലി, ഗിരീഷ് പൈക്കാടൻ, മൻസൂർ കാപ്പിൽ, V ജ്യോതി, M റസാബ് തുടങ്ങിയവരും പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. ത്രസിപ്പിക്കുന്ന മായിക ലോകം നാടിന് സമർപ്പിക്കുന്നു. ഈ വരുന്ന മെയ് 23-ാം തീയതി കാലത്ത് 9 മണിക്ക് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഫൺ സിറ്റി പാർക്ക്, വണ്ടൂർ, നിയർ ബസ് സ്റ്റാൻഡ്. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ.